Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis expressed by Stephen Spender, FAUGP, AC English, Advanced English Language Skill for Commerce and Management, second semester, Calcutta University. Stephen Spender was an English poet, novelist, and essayist known for his works on social justice, war, and modern society. സ്റ്റീഫൻ സ്പെൻഡർ ഇംഗ്ലീഷ് പോയറ്റാണ്, നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്. അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ തീംസായിട്ട് വരുന്നത് സോഷ്യൽ ജസ്റ്റിസ്, വാറ്, മോഡേൺ സൊസൈറ്റി തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് 1930s പൈലൺ പോയറ്റ്സ്, എ ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡഡ് W.H. Auden, സിസിൽ ഡെ ലൂയിസ് ആൻഡ് ലൂയിസ് മക്നീസ്. അപ്പോൾ അദ്ദേഹം 1930s എ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്, അത് അറിയപ്പെടുന്നത് പൈലൺ പോയറ്റ്സ് എന്നുള്ളതായിരുന്നു. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റു പോയറ്റ്സ് എന്ന് പറയുന്നത് W.H. Auden, സിസിൽ ഡെ ലൂയിസ് മക്നീസ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അവരുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ദെൻ സമ്മറി ഓഫ് ദ പോം എക്സ്പ്രസ്. പോം expresses about the beauty, power and elegance of modern train. അതൊരു ആധുനിക ട്രെയിനിൻ്റെ ബ്യൂട്ടി, മനോഹാരിത, അതുപോലെ പവർ, എലഗൻസ്, ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. The poet presents it as a symbol of speed, progress and human achievement in technology. അപ്പോൾ ടെക്നോളജിയിലുള്ള മനുഷ്യരുടെ നേട്ടങ്ങളാണ് ഇതിൽ പോയറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ട്രെയിനിനെ സ്പീഡ്, പ്രോഗ്രസ്, ഹ്യൂമൻ അച്ചീവ്മെൻറ്റ് ഇൻ ടെക്നോളജി, ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് ഈ ഒരു എക്സ്പ്രസ്സിനെ കൺസിഡർ ചെയ്യുന്നത്. The poet describes the train as it moves smoothly across the land. പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യാണ് ഈ ഒരു ട്രെയിൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സ്മൂത്തായിട്ട്. അതായത് കൺട്രി സൈഡിലൂടെ ലാൻഡുകളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പയർസ് ഇറ്റ് ടു എ പവർഫുൾ ആൻഡ് എലഗൻറ്റ് ക്രിയേച്ചർ ഗ്ലൈഡിങ് എഫേർട്ട്ലെസ്ലി ത്രൂ കൺട്രി സൈഡ്. അപ്പോൾ നാട്ടുമ്പുറത്തിലൂടെ അദ്ദേഹം ഈ ഒരു എക്സ്പ്രസ്സിനെ, ഈ ഒരു ട്രെയിനിനെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഇലഗൻറ്റ് ക്രിയേച്ചറുമായിട്ട് ഇതിനെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് നാട്ടുമ്പുറത്തുകൂടെ ഇത് എഫേർട്ട്ലെസ്ലി, വലിയ ഒരു എഫേർട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ തെന്നിമാറി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ട്രെയിൻ റഷസ് ഫോർവേഡ് കട്ടിങ് ത്രൂ ദ ലാൻഡ്സ്കേപ്പ്. അങ്ങനെ ഈ ഒരു ട്രെയിൻ ധൃതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ലാൻഡ്സ്കേപ്പ്, അവിടെയുള്ള ഭൂപ്രദേശങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് പോകുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് സ്പീഡ്, എനർജി ആൻഡ് ദ മോഡേൺ വേൾഡ്. ഇതൊക്കെ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്പീഡ്, എനർജി, അതുപോലെ മോഡേൺ വേൾഡിനെയൊക്കെയാണ്. അതായത് ഈ ഒരു എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, ടെക്നോളജിയിൽ മനുഷ്യൻ്റെ ഒരു നേട്ടങ്ങളിലൊന്നാണ് ഈ ഒരു ട്രെയിൻ. The poet highlights how the train is different from all the forms of transport as it moves much faster and with great force. പോയിറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രെയിൻ, ഈ ഒരു എക്സ്പ്രസ് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്. അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ട്രാൻസ്പോർട്ട് അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള മോഡേൺ ട്രെയിൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂറിങ് ഡേ ടൈം ദ ട്രെയിൻ ഷൈൻസ് ബ്രൈറ്റ്ലി ആസ് ഇറ്റ് മൂവ്സ് അണ്ടർ ദ സൺ. അതായത് പകൽ സമയങ്ങളിൽ ട്രെയിന് വളരെ ഈ ഒരു സൂര്യൻ്റെ താഴെ ഓടുന്ന സമയത്ത് വളരെ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അറ്റ് നൈറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ സ്ട്രീക്ക് ഓഫ് ലൈറ്റ് മൂവിങ് ക്വിക്ക്ലി ത്രൂ ദ ഡാർക്ക്നെസ്. രാത്രികളിൽ ഇരുട്ടിൽ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രകാശത്തിൻ്റെ ഒരു വര പോലെ നമുക്ക് കാണാൻ കഴിയും. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രെയിൻ ആസ് എ സിമ്പിൾ ഓഫ് അൺസ്റ്റോപ്പബിൾ പ്രോഗ്രസ്. പോയിട്ട് പിന്നീട് ട്രെയിനിനെ ഒരു അൺസ്റ്റോപ്പബിൾ പ്രോഗ്രസ് ആയിട്ട് സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കലും നിലക്കാത്ത, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്ത ഒരു പുരോഗതി ആണ് ട്രെയിൻ എന്ന് പറയുന്നത്. The train is more than just a machine. It represents human achievement, science and technology. ഈ ഒരു ട്രെയിന് ഒരു മെഷീൻ എന്നുള്ള ഇതിലുപരിയായിട്ട് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സയൻസ് ആ ടെക്നോളജിയിൽ ഹ്യൂമൻ അച്ചീവ്മെൻ്റ് ആണ്, മനുഷ്യരുടെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് മൂവ്സ് ഫോർവേഡ് വിത്ത് എ ക്ലിയർ പർപ്പസ്, ഷോയിങ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്ട്രെങ്ത്ത്. ഇത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലിയർ പർപ്പസ്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക്. ഇതൊക്കെ ഇതിൻ്റെ ഒരു
ഡിറ്റർമിനേഷൻ ആൻഡ് സ്ട്രെങ്ത്തിനൊക്കെയാണ് കാണിക്കുന്നത്. ദ പോയിന്റ് എൻഡ്സ് ബൈ എംഫസൈസിങ് ഹൗ ദ ട്രെയിൻസ് മൂവ്മെൻറ്റ് ഈസ് ഓൾമോസ്റ്റ് poetic. Despite being a machine, it has unique beauty, just like a work of art. അപ്പോൾ പോയറ്റ് ഈ ഒരു കവിത എൻഡ് ചെയ്യുന്നത് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോയറ്റിക്കാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാവ്യാത്മകമാണ് ട്രെയിനിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു മെഷീൻ എന്നുള്ളതിനുപരിയായിട്ട് ഇതിൻ്റെ ബ്യൂട്ടി, ഒരു യുണിക്ക്, ഒരു തനതായിട്ടുള്ളൊരു മനോഹാരിത ഉണ്ട് ഈ ഒരു ട്രെയിനിന്, ഒരു വർക്ക് ഓഫ് ആർട്ട് പോലെ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഗ്ലോറിഫൈസ് മോഡേൺ ടെക്നോളജി പ്രസൻറ്റിങ് ദ ട്രെയിൻ ആസ് എ സിമ്പിൾ ഓഫ് സ്പീഡ്, പവർ ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ ഈ ഒരു കവിത മോഡേൺ ടെക്നോളജി, ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജിനെയാണ് ഇത് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ ട്രെയിൻ സ്പീഡ്, പവർ, പ്രോഗ്രസ് ഇതിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ട് ട്രെയിനിനെ കാണിക്കുന്നുണ്ട്. ദ ട്രെയിൻ റെപ്രസെൻറ്റ് ഹ്യൂമൻ അഡ്വാൻസ്മെൻറ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രാവലിലൊക്കെ മനുഷ്യരുടെ പുരോഗതി ഒക്കെയാണ് ഈ ഒരു ട്രെയിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ പോം എംഫസൈസസ് ദ അൺസ്റ്റോപ്പബിൾ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ. അതായത് ഈ ഒരു പോം എംഫസൈസ് ചെയ്യുന്നത് ഈ ഒരു ട്രെയിനിൻ്റെ അൺസ്റ്റോപ്പബിൾ മൂവ്മെൻറ്റിനെയാണ്, അതായത് പ്രോഗ്രസ്സിനെയാണ്. ഇത് നിർത്താതെ ഉള്ളതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, മുന്നോട്ടുള്ള ആ ഒരു കുതിപ്പിനെയാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.